നമുക്കിനി AS16 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 വെച്ച് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 2. PRM Limited obtained a loan from a bank for 50 lakhs on 30 for 2012. So 50 lakhs നമ്മൾ ലോൺ എടുത്തു on 30 for 2016. It was utilized as follows. അപ്പോൾ ഒരൊറ്റ ലോൺ ആണ് നമ്മൾ എടുത്തത് 30 for 2016 for rupees 50 lakhs. ആ 50 lakhs ലോൺ എടുത്തിട്ട് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്തു? കൺസ്ട്രക്ഷൻ ഓഫ് എ ഷെഡിന്റെ കൺസ്ട്രക്ഷൻ 50 lakhs, purchase of machinery അതിന്റെ 40, working capital 20, advance for purchase of land. So ലോൺ കിട്ടിയ എമൗണ്ട് മുഴുവൻ നമ്മൾ 4 അസറ്റ്സിന് വേണ്ടി ചെലവാക്കി. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് യൂട്ടിലൈസ്ഡ് as ഫോളോ എന്ന് പറഞ്ഞാൽ ഓരോ അസറ്റിന്റെയും എന്താണ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ഈ അസറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 50 lakhs, അല്ലാതെ മുഴുവൻ 50 lakhs എടുത്ത് ലോൺ എടുത്ത് ഈ 4 അസറ്റ്സ് മേടിച്ചു. അങ്ങനെയാണെങ്കിൽ അസറ്റ്സിന്റെ എമൗണ്ട് ടോട്ടൽ 50 വരണ്ടേ? അതായത് അസറ്റ്സ് ഇപ്പൊ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് ആവട്ടെ, പർച്ചേസ് ഓഫ് മെഷീനറി ആവട്ടെ, വർക്കിംഗ് ക്യാപിറ്റൽ ആവട്ടെ, അഡ്വാൻസ് ഓഫ് പർച്ചേസ് ഓഫ് ട്രക്ക്, വേറെ ഫണ്ടും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ടോട്ടൽ അസറ്റ്സിന് വേണ്ടി എത്ര കോസ്റ്റ് ഇൻകർ ആയി എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അസറ്റിന് കോസ്റ്റ് ഇൻകർ ആയി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു 50 ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ ഈ പറഞ്ഞ 4 അസറ്റ്സിന് വേണ്ടിയും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തും ഈ പറഞ്ഞ അസറ്റ്സിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അസറ്റ്സിന്റെ കോസ്റ്റ് ഇൻകേർഡ് ആണ് തന്നിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് വാസ് കംപ്ലീറ്റഡ് ഓൺ മാർച്ച് 2017. മാർച്ച് 2017 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. മെഷീനറി വാസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. നമ്മളിവിടെ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ പർച്ചേസ് ചെയ്ത മെഷീനറി എന്നാണോ പർച്ചേസ് ചെയ്തത് അന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഡെലിവറി ഓഫ് ട്രക്ക് വാസ് നോട്ട് റിസീവ്ഡ്. നമ്മളിവിടെ 4ാമത് അഡ്വാൻസ് ഓഫ് പർച്ചേസ് ഓഫ് ട്രക്ക് പറയുന്നുണ്ട്. അത് അഡ്വാൻസേ കൊടുത്തിട്ടുള്ളൂ, അതിന്റെ എന്ത് കിട്ടിയിട്ടില്ല? ഡെലിവറി കിട്ടിയിട്ടില്ല. Total interest charged by the bank for the year ending 31/3/2017 was rupees 18 lakhs. നമ്മൾ 50 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തിട്ടുണ്ട്. ഈ 50 ലക്ഷം രൂപ ലോൺ എടുത്തതിന് ഇൻട്രസ്റ്റ് വന്നത് 18 lakhs ആണ്. ഷോ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം ഇവിടെ നമ്മൾ 50 lakhsന്റെ ലോൺ എടുത്തിട്ടുണ്ട്, ബോറോഡ് ഫണ്ട്. അതിന് അഗൈൻസ്റ്റ് നമ്മൾ ഈ വർഷം 18 lakhs എന്ത് അടച്ചിട്ടുണ്ട്? ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ട്. സോ ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് ഈസ് 18 lakhs. ഇൻട്രസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ചോദ്യം. നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ പഠിച്ച എന്താണ്? ക്വാളിഫയിങ് അസറ്റിന്റെ പർച്ചേസോ പ്രൊഡക്ഷനോ കൺസ്ട്രക്ഷനോ ആണെങ്കിൽ ആ പറഞ്ഞ ബോറോയിങ് കോസ്റ്റിനെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ബാക്കി എല്ലാ സിനേരിയോയിലും അത് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ P&L ചാർജ് ചെയ്യും. സോ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് 18 lakhs നമുക്കറിയാം. ഈ പറഞ്ഞ 4 അസറ്റ്സിൽ ഏതൊക്കെയാണ് ക്വാളിഫയിങ് അസറ്റ്സ് എന്ന് നോക്കും. ക്വാളിഫയിങ് അസറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റിനെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ബാക്കി ഇൻട്രസ്റ്റിനെ നമുക്ക് P&L എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അണ്ടർസ്റ്റുഡ്? അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം കൺസ്ട്രക്ഷൻ ഓഫ് എ ഷെഡ്. ഷെഡ് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങി. ഈ വർഷം അവസാനം 31 മാർച്ച് 2017 ആയപ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നുണ്ട്. ഈ വർഷം കംപ്ലീറ്റ് ആവുന്നുണ്ട്. മാർച്ച് 2017 പണ്ടേ കൺസ്ട്രക്ഷൻ തുടങ്ങിയതായിരിക്കും. സോ അതെന്താണ്? ക്വാളിഫയിങ് അസറ്റ്. അപ്പൊ കൺസ്ട്രക്ഷൻ ഓഫ് എ ഷെഡ് എന്താണ്? ക്വാളിഫയിങ് അസറ്റ്. അത് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുത്തു കാണും. നമുക്ക് അസംഷൻ എടുക്കാനേ പറ്റൂ. കാരണം കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് എന്ന് കമൻസ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. സോ നമുക്ക് അസ്യൂം ചെയ്യാം പണ്ടേ തുടങ്ങിയ കൺസ്ട്രക്ഷൻ ആണ്. ഈ വർഷം അവസാനം എന്തായാലും എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വർഷം അവസാനമായി, മാർച്ചായി. അപ്പൊ ഈ വർഷം ഓപ്പണിംഗിൽ തുടങ്ങിയതാണെങ്കിൽ തന്നെ 12 months ആയി. സോ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് സിഗ്നിഫിക്കന്റ് ടൈം, ഒരു സിഗ്നിഫിക്കന്റ് ടൈം എടുത്തത് കൊണ്ട് നമുക്ക് അതൊരു സബ്സ്റ്റാൻഷ്യൽ ടൈം എടുത്തത് കൊണ്ട് നമുക്ക് അതിനെ ക്വാളിഫയിങ് അസറ്റ് ആയിട്ട് എടുക്കാം. സോ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡിന് വേണ്ടി നമ്മൾ ഈ ബോറോയിങ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോറോയിങ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. ആ ബോറോയിങ് കോസ്റ്റിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. അതായത് കോസ്റ്റ് ഓഫ് അസറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. അടുത്ത് പർച്ചേസ് ഓഫ് എ മെഷീനറി. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്നാണോ മെഷീനറി മേടിച്ചത് അന്ന് തന്നെ നമ്മൾ ആ മെഷീനറി ഇൻസ്റ്റോൾ ചെയ്തു.
significant period of time, significant time എടുത്തോടെ, substantial period of time എടുത്തോടെ. സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ഇവിടെ എടുത്തിട്ടില്ല, കാരണം എന്ന് മെഷീനറി മേടിച്ചോ അന്ന് തന്നെ അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം, ഒരു സിഗ്നിഫിക്കന്റ് പീരീഡ് ഓഫ് ടൈം ഒന്നും അവിടെ എടുത്തിട്ടില്ല. അപ്പം പർച്ചേസ് ഓഫ് എ മെഷീനറി ക്വാളിഫയിങ് അസറ്റ് അല്ല. സോ അതിന്റെ ഇൻട്രസ്റ്റ് എങ്ങോട്ട് ചാർജ് ചെയ്യണം? P&L എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യണം. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഡേ ടു ഡേ അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്യാഷ്. അതിന്റെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടല്ല, ഡേ ടു ഡേ അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. സിഗ്നിഫിക്കന്റ് പീരീഡ് ഓഫ് ടൈം എടുക്കോ? സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കോ? ഇല്ല, നോട്ട് എ ക്വാളിഫയിങ് അസറ്റ്. ഓക്കെ, ഡേ ടു ഡേ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്. അടുത്ത് അഡ്വാൻസ് ഫോർ പർച്ചേസ് ഓഫ് ട്രക്ക്. പ്രത്യേകിച്ച് ട്രക്കിന്റെ കാര്യമൊന്നും പറയുന്നില്ല, ട്രക്കിന്റെ ഡെലിവറി കിട്ടിയില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സാധാരണ ട്രക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ മേടിച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യല്ല, നമ്മൾ എന്താണ് പോവുക, ട്രക്കിന് കാശ് അടയ്ക്കുക അല്ലെങ്കിൽ അഡ്വാൻസ് അടയ്ക്കുക, അവർ താക്കോല് തരും, നമുക്ക് വണ്ടിയും കൊണ്ട് വരാം അല്ലെ. ഇല്ലെങ്കിൽ ഒരു ബുക്കിംഗ് പീരീഡ് 1 മാസമോ 2 മാസമോ എടുക്കും. സബ്സ്റ്റാൻഷ്യൽ പീരീഡ്, സിഗ്നിഫിക്കന്റ് പീരീഡ് എടുക്കൂ? ഇല്ല. സോ അതും ക്വാളിഫയിങ് അസറ്റ് അല്ല. സോ ക്വാളിഫയിങ് അസറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ബോറോയിങ് കോസ്റ്റ്, അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ P&L എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യും. ക്വാളിഫയിങ് അസറ്റ് റിലേറ്റഡ് ബോറോയിങ് കോസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്. സോ ടോട്ടൽ 18 lakhs ആണ്. നമുക്ക് ഈ കോസ്റ്റ് ഇൻകേർഡിന്റെ ബേസിസിൽ അതിന്റെ പ്രപ്പോർഷനിലായിട്ട് എടുക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡിന്റെ റിലേറ്റ് ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റിനെ മാത്രം നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ബാക്കിയുള്ള ഇൻട്രസ്റ്റിനെ എക്സ്പെൻസ് ആയിട്ട് P&L റൈറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, സോ ആൻസർ എഴുതിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. സോ ക്വസ്റ്റ്യൻ നമ്പർ 2, interest to be capitalized as per AS 16 borrowing cost. Borrowing cost അനുസരിച്ച് എത്ര എക്സ്പെൻസ്? അപ്പൊ ടോട്ടൽ 18 lakhs ആണ് ടോട്ടൽ ബോറോയിങ് കോസ്റ്റ്. നമ്മൾ 50 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തു, 50 lakhsന് ലോൺ എടുത്തു. അതിൽ ആ 50 lakhs ലോണിൽ എത്രയാണ്? 50 lakhs ലോണിൽ കൺസ്ട്രക്ഷൻ ഓഫ് എന്താണ് ഷെഡ് മാത്രം നമുക്ക് ക്യാപിറ്റലൈസ്. ടോട്ടൽ ഇൻട്രസ്റ്റ്, ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് 18 lakhs ആണ്. നമുക്ക് ഈ പറഞ്ഞ കോസ്റ്റ് ഇൻകേർഡിന്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യാം. സോ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് 50 + 40 90, ടോട്ടൽ എല്ലാം കൂടെ 120 lakhs. ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ആണ് 120. ടോട്ടൽ 120ല് 50 നമുക്ക് ആ പ്രപ്പോർഷനിൽ എടുക്കാം. into 50 divided by 120. 50 divided by 120 into 18. 7.5 lakhs. 7.5 lakhs. So interest to be capitalized എത്രയാണ്? 7.5 lakhs. Therefore, interest to be charged to P&L. ബാക്കി എല്ലാ കേസിലും ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? P&L ലോട്ട് ചാർജ് ചെയ്യണം ആസ് ആൻ എക്സ്പെൻസ്. ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര? 18 lakhs. അതിൽ 7.5 lakhs നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു? ക്യാപിറ്റലൈസ് ചെയ്യും എന്ന് പറഞ്ഞു. സോ ബാക്കി 10.5 lakhs അത് നമ്മൾ P&L എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് P&L ഡെബിറ്റ് ചെയ്യും. സോ ടോട്ടൽ ഇവിടെ ലോൺ എടുത്തത് 50 lakhs, അതിന് ഇൻട്രസ്റ്റ് ആയത് 80 lakhs. സോ ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് ഈസ് 18 lakhs. 4 അസറ്റ്സിന് വേണ്ടിയാണ് അത് യൂട്ടിലൈസ് ചെയ്ത. ആ 4 അസറ്റിൽ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് മാത്രമാണ് എന്ത്? ക്വാളിഫയിങ് അസറ്റ്. സോ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡിന് മാത്രം നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തു. ബാക്കി എല്ലാ ഇൻട്രസ്റ്റിനെയും P&L ലോട്ട് ചാർജ് ചെയ്തു ആസ് ആൻ എക്സ്പെൻസ്. നമ്മൾ ഇത് ഏത് പ്രപ്പോർഷനിൽ എടുത്തു? കോസ്റ്റ് ഇൻകേർഡിന്റെ പ്രപ്പോർഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന്റെ പ്രപ്പോർഷനിൽ നമ്മൾ എടുത്തു. സോ ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 2 ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. കമ്പനി ഹാസ് ഒബ്റ്റൈൻഡ് institutional term loan of 580 lakhs for modernization and renovation of its plant and machinery. So എത്ര രൂപയ്ക്കാണ് ലോൺ എടുത്തത്?
580 lakhs. So 580 lakhsന് വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ട് 580 lakhs ലോൺ എടുത്തിട്ടുണ്ട് for modernization and renovation of plant and machinery. നോക്കാം. Plant and machinery acquired under the modernization scheme and installation completed on 31st March 2017 amounting to rupees 406 lakh. Modernization വേണ്ടി നമ്മൾ plant and machinery മേടിച്ചു for rupees 406 lakhs. Rupees 58 lakhs has been advanced to suppliers for additional asset and balance of rupees 116 has been utilized for working capital purpose. So 106 lakhs ന് വേണ്ടി നമ്മൾ plant and machinery മേടിച്ചു. അതേ plant and machinery ബാക്കി additional assets ന് മേടിക്കാൻ വേണ്ടി നമ്മൾ ഒരു 58 lakhs അഡ്വാൻസ് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള 116 lakhs ബാക്കി 580 ലോൺ എടുത്തതില് കുറെ plant and machinery മേടിച്ചു for rupees 406 lakhs. ബാക്കി plant and machinery മേടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് അഡ്വാൻസ് കൊടുത്തു 58 lakhs. ഇത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന 116 lakhs നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിന് എടുത്തു. Okay, the accountant is on a dilemma as to how to account the total interest of 52.2 lakhs incurred during 16-17 on the entire institutional term loan of rupees 580 lakhs. So നമ്മൾ ഇവിടെ ലോൺ എടുത്തത് 580 lakhs. ഇത് ലോൺ amount. ഇതിന് എത്ര ഇൻട്രസ്റ്റ് ആയി? 52.2 lakhs interest ആയി. എത്ര ഇൻട്രസ്റ്റ് ആയി? 52.2 lakhs. So ഈ 52.2 lakhs ആണ് ടോട്ടൽ ബോറോയിങ് കോസ്റ്റ്. ഈ 52.2 ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് എത്ര നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും, എത്ര എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? അസറ്റ് ക്വാളിഫയിങ് ആണോ എന്ന് നോക്കണം. അസറ്റ് ക്വാളിഫയിങ് അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാം. ബാക്കി എല്ലാ സിറ്റുവേഷനിലും ബോറോയിങ് കോസ്റ്റ് P&L ഡെബിറ്റ് ചെയ്യും ആസ് ആൻ എക്സ്പെൻസ്. സോ ഇവിടെ നമ്മൾ 480 lakhs ലോൺ എടുത്തതില് 406 നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഓക്കെ, പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല. സോ അപ്പൊ അതെന്താണ്? ഇറ്റ് വിൽ ടേക്ക് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. സോ അതെന്താണ്? ക്വാളിഫയിങ് അസറ്റ്. ഇതേപോലെ കുറച്ച് അഡീഷണൽ അസറ്റ്സിന് വേണ്ടി നമ്മൾ ഒരു 58 lakhs എന്തും കൊടുത്തിട്ടുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലത്തെ അസറ്റ് തന്നെയല്ലേ? അപ്പൊ അതിനെയും നമുക്ക് ക്വാളിഫയിങ് അസറ്റ് ആയിട്ട് എടുക്കാം. ബാലൻസ് ഒരു 116 ഉണ്ട്. അത് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് എടുത്തത്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കി. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ ടു ഡേ അഫയേഴ്സ് നോക്കാനാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അവിടെ ഒരു സിഗ്നിഫിക്കന്റ് ടൈം എടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ, വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി 116 എടുത്തില്ലേ, അത് റിലേറ്റ് ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റിനെ P&L എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പ്ലാന്റ് ആൻഡ് മെഷീനറിയും അഡീഷണൽ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും വേണ്ടി നമുക്ക് ചെലവായതിനെ നമുക്ക് ക്യാപിറ്റലൈസും ചെയ്യാം. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടി സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കുന്നു എന്ന് തന്നെയാണ് നമ്മുടെ അസംഷൻ. കാരണം ക്വസ്റ്റ്യനകത്തൊന്നും പറയുന്നില്ല. മോഡേണൈസേഷൻ ആൻഡ് റിനോവേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അസ്യൂം ചെയ്യാം ഇറ്റ് വിൽ ടേക്ക് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം. എന്താണ്? ഫോർ ഇറ്റ്സ് ഇന്റൻഡഡ് യൂസ് അല്ലെങ്കിൽ ഇന്റൻഡഡ് സെയിൽ. ഓക്കെ, സോ ടോട്ടൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് 52.2 lakhs ആണ്. അതിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റിന് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്ത് P&L ഡെബിറ്റ് ചെയ്യും. ബാക്കി ക്വാളിഫയിങ് അസറ്റിന് റിലേറ്റഡ് ബോറോയിങ് കോസ്റ്റിന് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് അസറ്റ് ക്വാളിഫയിങ് അസറ്റ് ആണോ അല്ലേ എന്നുള്ളതാണ്. ക്വാളിഫയിങ് അസറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബോറോയിങ് കോസ്റ്റിന് ക്യാപിറ്റലൈസ് ചെയ്യും. ബാക്കിയുള്ള കേസസിലും ബോറോയിങ് കോസ്റ്റിന് എന്ത് ചെയ്യും? എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് P&L ഡെബിറ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് അടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. Question number 3. Interest to be capitalized as per AS16. AS16 is interest rate. 406 plant and machinery ക്ക് വേണ്ടിയത് സ്പെൻഡ് ആയത്. ഇനി ബാക്കി നമ്മൾ അഡ്വാൻസ് എത്ര കൊടുത്തു?
58 ഇത്രയും ആയി. ഓക്കെ, ടോട്ടൽ എത്രയൊക്കെയാണ് നമ്മൾ ലോൺ എടുത്തത്? 580 അല്ലെ? 580. ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് എത്രയാണ്? 52.20. സോ ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് ഇവിടെ 52.20 ആണ്. അത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല. ഇവിടെ എന്താണ് കോസ്റ്റ് ഇൻകേർഡ്? ലോണും കോസ്റ്റ് ഇൻകേർഡും സെയിം ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ആ പ്രപ്പോർഷനിൽ എടുക്കുന്നു. 406 പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് കൊടുത്തു. 58 പുതിയ പ്ലാന്റ് അഡീഷണൽ അസറ്റ്സിന് വേണ്ടി പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നെയാണ്. അതിന് എന്ത് കൊടുത്തു? അഡ്വാൻസ് കൊടുത്തു. രണ്ടും ക്വാളിഫൈങ്. ടോട്ടൽ ലോൺ അമൗണ്ട് 580 ആണ്. ഓക്കെ, സോ 406 plus 58, 464. So 41.76 lakhs നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. 41.76. Therefore, interest to be charged to P&L. ബാക്കി എല്ലാ സിനേരിയോയിലും ബോറോയിങ് കോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം? P&L ആയിട്ട് ഡെബിറ്റ് ചെയ്യും ആസ് ആൻ എക്സ്പെൻസ്. ടോട്ടൽ 52.20 lakhs ടോട്ടൽ ഇൻട്രസ്റ്റ് പെയ്ഡ് അല്ലെങ്കിൽ ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് 52.20. അതിൽ 41.76 എന്ത് ചെയ്തു? നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തു. സോ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? P&L ഡെബിറ്റ് ചെയ്യും. 52.20 മൈനസ് 41.76, 10.44. സോ എങ്ങനെയാണെന്ന് മനസ്സിലായാലും 10.44. അപ്പൊ ഒരു ഇൻട്രസ്റ്റിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അത് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ആ സെക്കൻഡ് ക്വസ്റ്റിനും തേർഡ് ക്വസ്റ്റിനും ചെയ്ത സെയിം മോഡലാണ്. എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു മോഡലുമാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഒരു ഇൻട്രസ്റ്റിന്റെ കേസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യണോ ഓർ P&L എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യണോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് നോക്കും? ആ ലോൺ നമ്മൾ ആ ബോറോഡ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ക്വാളിഫൈങ് അസറ്റിനാണോ അല്ലേ നോക്കും. ക്വാളിഫൈങ് അസറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ബോറോയിങ് കോസ്റ്റിനെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ബാക്കി എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ബോറോയിങ് കോസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് P&L ഡെബിറ്റ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ രണ്ടും സെയിം മോഡലാണ്. Question number 4. Take Limited has borrowed 30 lakhs from State Bank of India during financial year 16-17. അപ്പം Take Limited എന്ന് പറയുന്ന കമ്പനി ഒരു ലോൺ എടുത്തിട്ടുണ്ട് ഫ്രം SBI 16-17 ഫിനാൻഷ്യൽ ഇയറിൽ ഫോർ 30 lakhs. Borrowing are used to invest in shares of Give Limited, a subsidiary company of Take Limited. അപ്പൊ Take Limitedന്റെ സബ്സിഡറി കമ്പനിയായ Give Limitedന് വേണ്ടിയിട്ടാണ്, Give Limitedന്റെ ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ എടുത്തത്. Which is implemented a new project estimated to cost of rupees 50 lakhs. As on 31st March 2017, since the said project was not completed, the directors of Take Limited resolved to capitalize the interest accruing on borrowing amounting to rupees 4 lakhs and add it to the cost of investment. Comment. Appo ഇവിടെ Take Limited എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. Take Limited. ഓക്കെ, അവര് ലോൺ എടുത്തു ഫോർ 30 lakhs. ഇത്രയും ഓക്കെ അല്ലേ? ഈ 30 lakhsന് ലോൺ Take Limited എടുത്തത് Give Limited എന്ന് പറയുന്ന സബ്സിഡറിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, സോ Take Limited ലോൺ എടുത്തിട്ട് അത് എന്തിനു യൂസ് ചെയ്തു? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് ഓഫ് Give Limited. സോ Take Limited ആണ് ലോൺ എടുത്തത് ഫോർ rupees 30 lakhs. അത് എന്തിനെടുത്തു? Give Limited എന്ന് പറയുന്ന സബ്സിഡറി കമ്പനിയിലെ ഇൻവെസ്റ്റ്മെന്റിൽ, ഐ മീൻ അവിടുത്തെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഈ Give Limited എന്ത് ചെയ്തു? Give Limited ആ പൈസ എടുത്തിട്ട് ഒരു ന്യൂ പ്രോജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. Give Limited. സോ ന്യൂ പ്രോജക്റ്റിൽ ആര് സ്പെൻഡ് ചെയ്തു? Give Limited. ആരുടെ ഫണ്ട് ഉപയോഗിച്ച്? Take Limited Give Limitedന്റെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലേ? അപ്പൊ കുറച്ച് കാശ് കിട്ടിയില്ലേ? ആ Give Limited ആ ഫണ്ട് എടുത്ത് ന്യൂ പ്രോജക്റ്റിൽ
ഇംപ്ലിമെന്റ് ചെയ്തു. ആ ന്യൂ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയില്ല. അപ്പം അവിടെ ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുത്തു എന്ന് പറഞ്ഞിട്ട് ഗിവ് ലിമിറ്റഡ് അല്ല, ടേക്ക് ലിമിറ്റഡ് ഈ എടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റ് ഇവിടെ 4 lakhs ആയിട്ടുണ്ട് അല്ലെ, 4 lakhs ആയിട്ടുണ്ട്. ഈ 4 lakhs ഇൻട്രസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പോവുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് കാര്യം. അപ്പൊ നമ്മൾ എഴുതുന്ന ബുക്സ് ഗിവ് ലിമിറ്റഡ് അല്ല, ടേക്ക് ലിമിറ്റഡ്. കാരണം ടേക്ക് ലിമിറ്റഡ് ആണ് ബോറോ ചെയ്തത്. എത്ര രൂപ? 40 lakhs. അതിന് എത്ര 30 lakhs. അതിന് എത്ര ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ട്? 4 lakhs. ഇനി അപ്പൊ ടേക്ക് ലിമിറ്റഡ് ലോൺ എടുത്തിട്ട് ഒരു ക്വാളിഫയിങ് അസറ്റിന് വേണ്ടിയിട്ടാണോ യൂസ് ചെയ്ത? ക്വാളിഫയിങ് അസറ്റിന് വേണ്ടി അല്ല. കാരണം അവർ സബ്സിഡറി കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്ന് കാശ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ നമ്മളെ പേരിൽ ഷെയർ ആവും. സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കണോ അസറ്റ് ക്രിയേഷന്? വേണ്ട. സോ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അസറ്റ് ആണ്, പക്ഷെ ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കണ്ട. സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അതർ കമ്പനി അതൊരു ക്വാളിഫയിങ് അസറ്റ് അല്ല. ഇനി ഗിവ് ലിമിറ്റഡ് ആ സബ്സിഡറി കമ്പനി അത് പ്രോജക്റ്റിന് ഉപയോഗിക്കേ, വർക്കിംഗ് ക്യാപിറ്റലിന് ഉപയോഗിക്കേ, ആ പൈസ എക്സ്പെൻസിന് വേണ്ടി ഉപയോഗിക്കേ, അതൊന്നും ടേക്ക് ലിമിറ്റഡ് അറിയണ്ട. ഗിവ് ലിമിറ്റഡ് എന്തോ ചെയ്യട്ടെ, അത് ഗിവ് ലിമിറ്റഡിന്റെ കാര്യം. നമുക്ക് ടേക്ക് ലിമിറ്റഡിന്റെ കാര്യം മാത്രം നോക്കാം. ടേക്ക് ലിമിറ്റഡ് ലോൺ എടുത്തു, 30 lakhsന്റെ ലോൺ എടുത്തു. അതിന് അഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ട് 4 lakhs. ആ പൈസ ആ പറഞ്ഞ 30 lakhs ലോൺ ക്വാളിഫയിങ് അസറ്റിന് വേണ്ടിയിട്ടാണോ യൂസ് ചെയ്ത? അല്ല, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അല്ലാതെ ക്വാളിഫയിങ് അസറ്റിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ അക്വിസിഷന് വേണ്ടിയിട്ടോ പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ അല്ല. കാരണം ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഷെയർ നമ്മുടെ പേരിലാവും. സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കില്ല. സോ ടേക്ക് ലിമിറ്റഡ് എടുത്ത ലോണ് ക്വാളിഫയിങ് അസറ്റിന് വേണ്ടി അല്ല എടുത്തത്. സോ 4 lakhs ഇൻട്രസ്റ്റിനെയും നമ്മൾ P&L ഡെബിറ്റ് ചെയ്യണം ആസ് ആൻ എക്സ്പെൻസ്. ഇപ്പോൾ ടേക്ക് ലിമിറ്റഡ് എന്താണ് ചെയ്തത്? ക്വാളിഫയിങ് അസറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ 4 lakhs ഇൻട്രസ്റ്റിനെ കോസ്റ്റ് ഓഫ് അസറ്റ്, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ കോസ്റ്റിലെ നമ്മൾ ഗിവ് ലിമിറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലേ ഷെയർസിൽ, അതിന്റെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്തു. അത് തെറ്റാണ്. AS 16 അനുസരിച്ചുള്ള അക്കൗണ്ടിങ് അല്ല. അവിടെ 4 lakhs ലോൺ എടുത്തതിന്റെ ഇൻട്രസ്റ്റ്, 4 lakhsന്റെ ബോറോയിങ് കോസ്റ്റ് ക്വാളിഫയിങ് അസറ്റിന് വേണ്ടിയിട്ടല്ല സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 4 lakhs ഇൻട്രസ്റ്റിനെയും നമ്മൾ P&L ഡെബിറ്റ് ചെയ്യണം ആസ് ആൻ എക്സ്പെൻസ്. ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. സോ ടേക്ക് ലിമിറ്റഡ് ഇപ്പം ചെയ്യുന്ന അക്കൗണ്ടിങ് എന്താണ്? തെറ്റാണ്. ഓക്കെ. സോ ഇത് പ്രോബ്ലം തിയറി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ വേണം. 2 പാരാഗ്രാഫിലായിട്ട് ആൻസർ ചെയ്യണം. ഫസ്റ്റ് പാരാഗ്രാഫിൽ ആദ്യം തുടക്കുമ്പോൾ ആസ് പെർ AS 16 ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ എഴുതി തുടങ്ങണം. ഫസ്റ്റ് പാരാഗ്രാഫിനകത്ത് പ്രൊവിഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതായത് എന്താണ് ബോറോയിങ് കോസ്റ്റ്, എന്താണ് ആ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ആണ് എഴുതേണ്ട. ബോറോയിങ് കോസ്റ്റ് ഇൻകേർഡ് ഫോർ അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ക്വാളിഫയിങ് അസറ്റ്, then such borrowing cost can be capitalized. എന്താണ് for other cases the borrowing cost has to be debited in P&L account as an expense. ഈ പ്രൊവിഷൻ ആദ്യം എഴുതണം. സെക്കൻഡ് പാരാഗ്രാഫിനകത്ത് ഈ ടേക്ക് ലിമിറ്റഡിന്റെ കാര്യവും പ്രൊവിഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും കൂടെ നമ്മൾ എഴുതിയിട്ട് ഒരു കൺക്ലൂഷൻ എഴുതണം. സോ ഇവിടെ കൺക്ലൂഷൻ എന്താണ്? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഡൺ ഇൻ ദ ബുക്സ് ഓഫ് ടേക്ക് ലിമിറ്റഡ് ഈസ് റോങ്. എന്താണ് കറക്റ്റ് ട്രീറ്റ്മെന്റ്? ആ 4 lakhs ബോറോയിങ് കോസ്റ്റിനെയും P&L ഡെബിറ്റ് ചെയ്യണം ആസ് ആൻ എക്സ്പെൻസ്. ഓക്കെ. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് സബ്സിഡറി കമ്പനി എന്ത് ചെയ്തു എന്നുള്ളത് ഹോൾഡിംഗ് കമ്പനി നോക്കേണ്ട ആവശ്യമില്ല. രണ്ടും 2 കമ്പനിയാണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഓക്കെ. സോ ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ അത്രേ ഉള്ളൂ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ നമ്പർ 1 അത് രണ്ടും സെയിം മോഡലാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതിൽ അഡ്ജസ്റ്റ്മെന്റ്സ് കൂടുതലുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്യാം. 1 ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്യാൻ പറ്റും. 5 നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്യാം. അതിനകത്താണ് അഡ്ജസ്റ്റ്മെന്റ്സ് കൂടുതൽ. ഓക്കെ. എക്സ് ലിമിറ്റഡ് ബിഗൻ കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ ബിൽഡിംഗ് ഓൺ 1st January 2016. അപ്പൊ പുതിയ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ എന്നാണ് തുടങ്ങിയ 1st January 2016. It obtained 1 lakh special loan to finance the construction of building on 1st January 2016 at an interest rate of 10%. The company's other
outstanding two non-specific loans were 5 lakh rate of interest 11%, 9 lakh rate of interest 13%. So ഇവിടെ X ലിമിറ്റഡ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ആ ബിൽഡിങ്ങിന് വേണ്ടി അവരൊരു സ്പെസിഫിക് ലോണും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ രണ്ട് നോൺ സ്പെസിഫിക് ലോണും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അവര് ഒരു സ്പെസിഫിക് ലോണും രണ്ട് നോൺ സ്പെസിഫിക് ലോണും യൂസ് ചെയ്യുന്നുണ്ട് എക്സ് ലിമിറ്റഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്. ഓക്കെ, സ്പെസിഫിക് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ബോറോയിങ്, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം ആൻഡ് അത് നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം എന്ന് പഠിച്ചു. നോൺ സ്പെസിഫിക് ലോൺ ആണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കമ്പ്യൂട്ട് ചെയ്ത് ചെയ്യണം എന്ന് പഠിച്ചു. ഓക്കെ, സോ അവിടെ സ്പെസിഫിക് ബോറോയിങ് ഉണ്ട്, ജനറൽ പർപ്പസ് ബോറോയിങ്ങും ഉണ്ട്. expenditure that were made on the building project were as follows. ഒരു എന്താണ് പറയുന്നത്, എക്സ്പെൻഡിച്ചറിന്റെ കാര്യവും പറയുന്നുണ്ട്. ജാനുവരിയിൽ ഒരു 2 lakh ഇൻകർ ചെയ്തു, ഏപ്രിൽ ഒരു 2,50,000 ഇൻകർ ചെയ്തു, ജൂലൈയിൽ ഒരു 4,50,000 ഇൻകർ ചെയ്തു, ഡിസംബറിൽ ഒരു 1,20,000 ഇൻകർ ചെയ്തു. ഇനി building was completed on 31st December 2012. അപ്പൊ 31st December 2012 എന്ത് ചെയ്തു, ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി. Following the principles prescribed in AS 16 borrowing cost, calculate the amount of interest to be capitalized and pass one journal entry for capitalizing the cost and borrowing cost in respect of the building. ഓക്കെ, സോ ഇവിടെ ബോറോയിങ് കോസ്റ്റ് കണ്ടുപിടിക്കണം, എത്ര ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കണം, ആൻഡ് ഒരു ജേർണൽ എൻട്രി എഴുതണം. അതായത് ആ ക്യാപിറ്റലൈസ് ചെയ്യണതിന്റെ ഒരു ജേർണൽ എൻട്രി. കോസ്റ്റിന്റെ ഈ വർഷം കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ട് അസറ്റിന് വേണ്ടി, ആ കോസ്റ്റിന്റെയും ഇൻട്രസ്റ്റിന്റെയും കൂടെ ചേർത്ത് ഒരു എൻട്രിയും കൂടെ എഴുതണം. ഓക്കെ, സോ എക്സ് ലിമിറ്റഡ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, ആ കൺസ്ട്രക്ഷന് ചെലവായ എക്സ്പെൻഡിച്ചർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി രണ്ട് ലോൺ എടുത്തിട്ടുണ്ട്, സ്പെസിഫിക് ലോൺ ഒരെണ്ണവും ഒരു നോൺ സ്പെസിഫിക് ലോൺ രണ്ടെണ്ണവും. 11% ഇൻട്രസ്റ്റ് 13% ഇൻട്രസ്റ്റിന്റെ ഇവിടെ രണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പം ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിച്ചേ പറ്റൂ. ഇനി ഈ രണ്ട് ലോണിനും സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാം, കാരണം രണ്ടിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് സെയിം അല്ലേ. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറെന്റ് ആണ്, 11% 13%. സോ ഇൻട്രസ്റ്റ് റേറ്റ് സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കണം. നമ്മുടെ തിയറി പോർഷനിൽ പഠിച്ചതാണ്, നമുക്ക് ഇതിവിടെ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ബിൽഡിംഗ് 31st December 2016 കംപ്ലീറ്റ് ചെയ്തു. സോ 1 year എടുത്തു അല്ലെ. 1st January കൺസ്ട്രക്ഷൻ തുടങ്ങിയ 31st December കൺസ്ട്രക്ഷൻ തീർന്നത്. 1 year എടുത്തു. സോ 1 year എടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുത്തു. ഈ ബിൽഡിംഗ് ക്വാളിഫൈങ് അസറ്റ് ആണ്. സോ ഈ നോൺ സ്പെസിഫിക് ലോൺ നടക്കുന്നതും സ്പെസിഫിക് ലോണിന് വേണ്ടിയും ചെലവായ ബോറോയിങ് കോസ്റ്റിനെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതിന്റെ ജേർണൽ എൻട്രി. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്ത് നോക്കാം. സോ ആൻസർ ചെയ്തേക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസറിലോട്ട് പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഹെഡിങ് എഴുതിയോ, സ്റ്റേറ്റ്മെന്റ് ഷോയിങ് computation of interest to be charged അല്ലെങ്കിൽ interest to be capitalized എന്നായി. interest to be capitalized. statement showing computation of interest to be capitalized. അപ്പൊ ഇവിടെ സ്പെസിഫിക് ലോണും ഉണ്ട്, നോൺ സ്പെസിഫിക് ലോണും ഉണ്ട്. അതായത് സ്പെസിഫിക് ബോറോയിങ് ഉണ്ട്, നോൺ സ്പെസിഫിക് ബോറോയിങ്, ജനറൽ പർപ്പസ് ബോറോയിങ് ഉണ്ട്. നമുക്ക് ആദ്യം ജനറൽ പർപ്പസ് ബോറോയിങ് വെച്ച് തുടങ്ങാം. നോൺ സ്പെസിഫിക് ലോൺ, ഇവിടെ എന്താണ് നമ്മൾ AS-നകത്ത് പഠിച്ചത്, ജനറൽ പർപ്പസ് ലോൺ അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ബോറോയിങ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ജനറൽ പർപ്പസ് ലോൺ അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ലോൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കണം, എന്നിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കാം. ക്യാപിറ്റലൈസേഷൻ റേറ്റിന്റെ ഫോർമുല എഴുതിക്കോ, ആവറേജ് ബോറോയിങ്സ്
Average borrowing cost incurred during the year. Average borrowing cost incurred during the year divided by aggregate non-specific loan. ഇവിടെ എല്ലാ ലോണും എടുക്കല്, നോൺ സ്പെസിഫിക് ലോൺ മാത്രം എടുക്കണം, അതിൽ ജനറൽ പർപ്പസ് ലോൺ മാത്രം എടുക്കണം, ഇൻറ്റു 100. ഓക്കെ, സോ നമ്മൾ ഇവിടെ ആദ്യം കണ്ടുപിടിക്കാൻ പോണത് ആവറേജ് ബോറോയിങ് കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിംഗ് ദി ഇയറും ആവറേജ് നോൺ സ്പെസിഫിക് ലോൺ എത്രയാണ്, അഗ്രിഗേറ്റ് നോൺ സ്പെസിഫിക് ലോൺ എത്ര. അപ്പൊ ആദ്യം നമുക്ക് ആവറേജ് ബോറോയിങ് കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിംഗ് ദി ഇയർ കണ്ടുപിടിക്കാം. ഇവിടെ ആവറേജ് ബോറോയിങ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്പെസിഫിക് ലോൺ, നമ്മൾ നോൺ സ്പെസിഫിക് ലോൺ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നോൺ സ്പെസിഫിക് ലോണുമായിട്ട് റിലേറ്റ് ചെയ്ത ബോറോയിങ് കോസ്റ്റ് ആണ്. അപ്പൊ നോൺ സ്പെസിഫിക് ലോൺ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ രണ്ട് നോൺ സ്പെസിഫിക് ലോൺ ഉണ്ടായിരുന്നു. 5 lakhന്റെ നോൺ സ്പെസിഫിക് ലോൺ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 11%. 9 lakhന്റെ നോൺ സ്പെസിഫിക് ലോൺ 13%. ലോണ് ആദ്യം തൊട്ടേ എടുത്തു എന്ന് നമുക്ക് അസംഷൻ എടുക്കാം, കാരണം ലോൺ എടുത്ത ഡേറ്റ് പറയുന്നില്ല. സോ 1st January തൊട്ട് 31st December വരെ ഫുൾ ഇയറിലും ബോറോയിങ്സ് ഉണ്ടായിരുന്നു. സോ ആദ്യത്തെ ലോൺ എത്രയായിരുന്നു, 5 lakh. ബോറോയിങ് കോസ്റ്റ് ആണ്, അതായത് ഇൻട്രസ്റ്റ് ആണ്. 5 lakh ഇൻറ്റു എത്ര പെർസെന്റേജ് ആണ്, 11%. ഇനി ലോൺ എടുത്തത് 12/12. ഈ വർഷം 12 മാസമാണ്, ഈ വർഷത്തെ 12 മാസവും അവിടെ ബോറോയിങ് കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ട്. ഇനി ലോൺ എടുത്തത് 1st March എന്നും എല്ലാം പറയുകയാണെങ്കിൽ നമ്മൾ 10/12 എന്ന് എഴുതും. ഇനി ലോൺ എടുത്തത് 1st June ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ എന്താണ് 7/12 എന്ന് എഴുതും. ഓക്കെ, സോ അവിടെ ആവറേജ് ആണ് എടുക്കേണ്ട. ഇവിടെ പ്രത്യേകിച്ച് ലോൺ എടുത്ത ഡേറ്റ് പറയാത്തത് കൊണ്ട് ആ കൺസ്ട്രക്ഷൻ തുടങ്ങിയ 1st January ലോൺ എടുത്തു എന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. 12 മാസത്തിൽ 12 മാസവും ലോൺ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ 5 lakhന്റെ 11% എത്ര വരും, 55,000. നെക്സ്റ്റ് ലോൺ, ഇവിടെയും ലോൺ എടുത്ത ഡേറ്റ് പറയുന്നില്ല, സോ ഫുൾ ഇയർ ഉണ്ടായിരുന്നു. 9 lakh ലോൺ 13%. 9 lakh ഇൻറ്റു 13% ഇൻറ്റു 12/12, 1,17,000. സോ നോൺ സ്പെസിഫിക് ലോണിൽ നിന്നുണ്ടായ ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. 55,000 പ്ലസ് നമ്മൾ പഠിച്ചു ഇൻട്രസ്റ്റ് മാത്രമല്ല, ഇൻട്രസ്റ്റ് പ്ലസ് അതർ കോസ്റ്റ്, അതാണ് ബോറോയിങ് കോസ്റ്റ്. ഈ ക്വസ്റ്റിനകത്ത് ഇൻട്രസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. സോ നോൺ സ്പെസിഫിക് അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ബോറോയിങ് എന്നുള്ള ഇവിടെ ബോറോയിങ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് എത്ര വരും, 55,000 പ്ലസ് 1,17,000, ടോട്ടൽ 1,72,000. അപ്പൊ 1,72,000. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ കിട്ടി 1,72,000. ആവറേജ് അഗ്രിഗേറ്റ് നോൺ സ്പെസിഫിക് ലോണിന്റെ അഗ്രിഗേറ്റ് എത്രയാണ്, 5 lakh 9 lakh. സോ 5 lakh പ്ലസ് 9 lakh ഇൻറ്റു 100. നമ്മളിവിടെ നോൺ സ്പെസിഫിക് മാത്രം എടുക്കുള്ളൂ, സ്പെസിഫിക് വേറെ കമ്പ്യൂട്ടേഷൻ ആണ്, ഇത് നോൺ സ്പെസിഫിക് മാത്രം. സോ 1,72,000 ഡിവൈഡഡ് ബൈ 14 lakh ഇൻറ്റു 100. സോ 12.286%. 12.286%. ഇതാണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ്. അപ്പം രണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായ ബോറോയിങ് ആയതുകൊണ്ടാണ്. ഇനി ബോറോയിങ്സ് പല കാലയളവില്, ഒന്ന് 1st January, ഒന്ന് 1st March, അങ്ങനെയാണെങ്കിലും നമുക്ക് ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ രണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഒന്ന് 13%, ഒന്ന് 11%. സോ നമ്മൾ ആവറേജ് ചെയ്തൊരു ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിച്ചു, ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിച്ചു 12.286%. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ്, ആദ്യം നമുക്ക് സ്പെസിഫിക് ബോറോയിങ് നോക്കാം. സ്പെസിഫിക് ലോൺ അല്ലെങ്കിൽ സ്പെസിഫിക് ബോറോയിങ്.
സ്പെസിഫിക് ബോറോയിങ്ങിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യണം? ആ ലോണിന് നമ്മൾ പേ ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റ്, ആ ലോൺ എവിടെയെങ്കിലും ബോറോഡ് ഫണ്ട് എവിടെയെങ്കിലും ടെമ്പററി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്യും. ക്വസ്റ്റ്യനിൽ 1 lakh rupees സ്പെസിഫിക് ലോൺ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ 1 lakh rupees സ്പെസിഫിക് ലോൺ ഉണ്ടെന്ന് പറയുന്നുണ്ട്. 1 lakh rupees അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നും പറയുന്നുണ്ട്, 10% ആണെന്നും പറയുന്നുണ്ട്. ഇത് എവിടെയെങ്കിലും ടെമ്പററി ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നില്ല. സോ 1 lakhന്റെ 10%, 10,000. ഓക്കെ, 1 lakhന്റെ 10%. കാരണം ഓപ്പണിംഗ് ഡേറ്റ് തൊട്ടേ ലോൺ ഉണ്ടെന്നാണ് അസംഷൻ. ഇവിടെയും ലോൺ എടുത്തത് 1st March ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ബോറോയിങ് കോസ്റ്റ് എങ്ങനെയാണ് 1 lakh into 10% into 10/12 എന്നൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ ഓപ്പണിംഗ് ഡേറ്റ് തൊട്ട് ക്ലോസിംഗ് ഡേറ്റ് വരെയും ആ സ്പെസിഫിക് ബോറോയിങ് അവിടെ ഉണ്ടായിരുന്നു. സോ 12 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. സോ 1 lakhന്റെ 10%. ഇനി ടെമ്പററി ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേനെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. സോ 1 lakh ആണ് ലോൺ എടുത്തത്, സ്പെസിഫിക് 10% ആയിരുന്നു റേറ്റ്. 12 മാസവും നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. സോ 10,000. ഇനി ഈ പറഞ്ഞ ലോണിൽ എന്താണ്, ഒരു ടെമ്പററി ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 500 രൂപ വില്ലം കിട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ 10,000 കൂടെ 500 രൂപ കുറച്ചിട്ട് ബാക്കി 9,500 നമ്മൾ എന്ത് ചെയ്യുള്ളായിരുന്നു, ക്യാപിറ്റലൈസ് ചെയ്യുള്ളായിരുന്നു. ഓക്കെ, അടുത്ത് നോൺ സ്പെസിഫിക് ലോൺ അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ബോറോയിങ്. അവിടെ ഇൻട്രസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണം? നമ്മൾ ആ ഫോർമുല പഠിച്ചിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ, അതായത് ആവറേജ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദ അസറ്റ്, എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ആവറേജ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദ അസറ്റ് ഇൻറ്റു നമ്മൾ പഠിച്ചതാണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇൻറ്റു പീരീഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഡിവൈഡഡ് ബൈ 12 അല്ലെ. എക്സ്പെൻഡിച്ചർ, അതായത് ഇവിടെ ആവറേജ് എക്സ്പെൻഡിച്ചർ ആണ്, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദ അസറ്റ്, നമുക്ക് അത് കണ്ടുപിടിക്കരുത്. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദ അസറ്റ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ അസറ്റ് എടുക്കാം ഇഫ് എല്ലാ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്ന സെയിം ഡേറ്റ് ആണ്, ഓപ്പണിംഗ് ഡേറ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എക്സ്പെൻഡിച്ചർ ജാനുവരിയിൽ 2 lakh എക്സ്പെൻഡിച്ചർ, ബാക്കി ഏപ്രിൽ 2,50,000 എക്സ്പെൻഡിച്ചർ, ജൂലൈയിൽ 4,50,000 എക്സ്പെൻഡിച്ചർ, ഡിസംബറിൽ 1,20,000 എക്സ്പെൻഡിച്ചർ. അങ്ങനെ പല പല എക്സ്പെൻഡിച്ചർ പല ഡേറ്റിലാണ് ഇൻകർ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് ചെയ്യാം. അപ്പൊ ആദ്യം ഫസ്റ്റ് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തത് 2 lakh. So 2 lakh into 12/12. ആ മാസം ആദ്യം ജാനുവരി 1-ാം തീയതി എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തു. എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ട് 12 മാസമായിട്ട് 2 lakh into 12/12, 2 lakh. നെക്സ്റ്റ് എന്നാണ് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്ത 2,50,000 ഏപ്രിൽ, 2,50,000 ഏപ്രിൽ. ഏപ്രിൽ എന്ന് വെച്ചാൽ ഏപ്രിൽ ഒന്നുണ്ട്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 9 മാസം എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ട് ഇയർ എൻഡ് വരെ 9 മാസം. 2,50,000 into 9 divided by 12, 1,87,500 into. അടുത്ത നെക്സ്റ്റ് ജൂലൈയില് 4,50,000, ജൂലൈയില് 4,50,000. സോ 4,50,000 into ജൂലൈ. അപ്പൊ ജൂലൈ ഒന്നുതൊട്ടാണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 5 months. So July, August, September, October, November, December, 6 months. Sorry, 6 months. 6 months. So 4,50,000 into 6/12, 2,25,000. Last year, December, 1,20,000.
So 1,20,000 December. December 1ാം തീയതി. അപ്പം 1 month. $10,000. So average expenditure incurred on the asset. അപ്പൊ expenditure പല ഡേറ്റിലാണ് ഇൻകർ ചെയ്ത. എക്സ്പെൻഡിച്ചർ എല്ലാം 1st ജാനുവരിയിൽ തന്നെ ഇൻകർ ചെയ്തെങ്കിൽ അങ്ങനെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ പല ഡേറ്റ് ആയിട്ട് നമ്മൾ ആവറേജ് ചെയ്തു. സോ 2 lakh plus 1,87,500 plus so 6,22,500. So average എടുത്തു നോക്കിയാൽ ഈ വർഷം അസറ്റിന് വേണ്ടി എത്ര ഇൻകർ ചെയ്തു? 6,22,500. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ആണ് 6,22,500. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകർ. ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകറിൽ 1 lakh rupees നമ്മൾ സ്പെസിഫിക് ലോണിൽ നിന്നാണ് എടുത്തത് അല്ലെ. നമ്മൾ സ്പെസിഫിക് ലോൺ എടുത്തിട്ടുണ്ട് 1 lakh. സോ ടോട്ടൽ 6,22,500 എക്സ്പെൻഡിച്ചർ ഇൻകർ ആവുന്നുണ്ടെങ്കിൽ 1 lakh സ്പെസിഫിക് ലോണിൽ നിന്നായിരിക്കും പോയ. ബാലൻസ് റുപ്പീസ് 5,22,500 ഇതായിരിക്കും നമുക്ക് നോൺ സ്പെസിഫിക് ലോണിൽ നിന്ന് നമ്മൾ എടുത്തത്. സോ ആവറേജ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ അസറ്റ് 6,22,500 അല്ലെ. നമ്മളിപ്പോ കണ്ടുപിടിച്ചു ആവറേജ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ അസറ്റ്. ഈ വർഷം അസറ്റിന് വേണ്ടി ഇൻകർ ചെയ്ത എക്സ്പെൻഡിച്ചറിന്റെ ആവറേജ് 6,22,500. സ്പെസിഫിക് ലോൺ എടുത്തിട്ടുണ്ട് 1 lakh. സോ 6,22,500 ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 lakh സ്പെസിഫിക് ലോണിൽ നിന്നായിരിക്കും ഇൻകർ ചെയ്ത. ബാക്കി 5,22,500 നോൺ സ്പെസിഫിക് ലോൺ. സോ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ അസറ്റ് ഇത് നോൺ സ്പെസിഫിക് അല്ലേ. അപ്പൊ എത്ര എടുക്കണം? 5,22,500 into ക്യാപിറ്റലൈസേഷൻ റേറ്റ് എത്ര നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 12.286%. പീരീഡ് ഓഫ് കൺസ്ട്രക്ഷൻ 1st ജാനുവരി തൊട്ട് 31st ഡിസംബർ വരെ 12 മാസം ഉണ്ട്. ഡിവൈഡഡ് ബൈ 12. സോ 5,22,500 into 12.286% into 12 by 2. 64,194. Therefore, total interest to be capitalized. അല്ലെങ്കിൽ ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് ടു ബി capitalized. നോൺ സ്പെസിഫിക്കിന്റെ 10,000 അല്ല സ്പെസിഫിക് ലോണിന്റെ 10,000 നോൺ സ്പെസിഫിക്കിന്റെ 64,194 കൂടെ ചേർത്ത് 74,194. സോ ഈ വർഷം ബോറോയിങ് കോസ്റ്റ് 74,194 നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ക്വസ്റ്റ്യനിൽ ജേർണൽ എൻട്രീസ് ചോദിച്ചിട്ടുണ്ട്. കമ്പനിയുടെ പേരെന്താണ്? എക്സ് ലിമിറ്റഡ് അല്ലെ. സോ ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ക്വസ്റ്റ്യനിൽ ഒറ്റ ജേർണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞേക്കണം. പാസ് 1 ജേർണൽ എൻട്രി ഫോർ ക്യാപിറ്റലൈസിംഗ് ദ കോസ്റ്റ് ആൻഡ് ബോറോയിങ് കോസ്റ്റ്. ഇതുവരെ അസറ്റിന് ഇൻകർ ചെയ്ത കോസ്റ്റും ബോറോയിങ് കോസ്റ്റും എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യേണ്ടല്ലേ, എല്ലാം കൂടെ ചേർത്ത് ഒറ്റ എൻട്രി എഴുതാനാണ് പറഞ്ഞ. സോ എൻട്രി വിൽ ബി, ഇവിടെ ബിൽഡിംഗ് അല്ലേ കിട്ടുന്ന, സോ അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. എൻട്രി വിൽ ബി ബിൽഡിംഗ് അക്കൗണ്ട് ഡെക്ടർ ടു ബാങ്ക്. ബിൽഡിംഗ് അക്കൗണ്ട് ഡെക്ടർ ടു ബാങ്ക്. എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ എത്ര ഇൻകർ ചെയ്തു? 2 lakh, 2,50,000, 4,50,000, 1,20,000 എല്ലാം കൂടെ എത്ര വരും? 2 lakh plus 2,50,000 plus 4,50,000 plus 1,20,000 എല്ലാം കൂടെ 10,20,000 അസറ്റിന് വേണ്ടി ഇൻകർ ചെയ്തു. ഈ വർഷം എല്ലാം കൂടെ അസറ്റിന് വേണ്ടി എത്ര ഇൻകർ ചെയ്തു? 10,20,000. 10,20,000 ഇൻകർ ചെയ്തു. പ്ലസ് ഇനി അസറ്റിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യണ്ടേ. ക്യാപിറ്റലൈസ് എന്ന് വെച്ചാൽ അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. എത്ര ക്യാപിറ്റലൈസ് ചെയ്യണം? 74,194. സോ എൻട്രി വിൽ ബി building account declared to bank 10,94,194. 10,94,194. ഓക്കെ. സോ ഇതാണ് ഒറ്റ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് ഇൻകേർഡ് ഒരു എൻട്രിയും ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യണ വേറൊരു എൻട്രി ആയിട്ടൊക്കെ എഴുതാം. ക്വസ്റ്റ്യനിൽ ഒറ്റ എൻട്രി മതി എന്ന് പറഞ്ഞു. സോ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ എഴുതി 10,94,194. നമ്മൾ പഠിച്ചു ക്വാളിഫയിങ് അസറ്റ് ആണ്, അതിന്റെ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ആഡഡ് വിത്ത് കോസ്റ്റ് ഓഫ് അസറ്റ്. കോസ്റ്റ് ഓഫ് അസറ്റിന്റെ കൂടെ ആഡ് ചെയ്തു. സോ 10,94,194.
സോ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സ്പെസിഫിക് ലോൺ, നോൺ സ്പെസിഫിക് ലോൺ. ആദ്യം നോൺ സ്പെസിഫിക് ലോൺ വെച്ചാണ് തുടങ്ങിയ. ആദ്യം ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിച്ചു. ഫോർമുല നമുക്കറിയാം. ആ ഫോർമുലയിൽ ഓരോ ഐറ്റംസ് കമ്പ്യൂട്ട് ചെയ്തു. നമ്മൾ എന്താണ് ആദ്യം ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിച്ചു. പിന്നെ ഇൻട്രസ്റ്റ് ബി ക്യാപിറ്റലൈസ്. സ്പെസിഫിക് ലോൺ ആണെങ്കിൽ എങ്ങനെ, ജനറൽ പർപ്പസ് ലോൺ ആണെങ്കിൽ എങ്ങനെ, അതിന്റെ ജേർണൽ എൻട്രി. ഓക്കെ. സോ AS16 ബോറോയിങ് കോസ്റ്റ് ഇത്രേ ഉള്ളൂ, കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാ മോഡൽ ക്വസ്റ്റിനും AS16 ബോറോയിങ് കോസ്റ്റ് നോക്കിയിട്ടുണ്ട്. സോ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട്